പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ മൊത്തവും ഭീകരവാദികളും വർഗീയവാദികളും ആണ് എന്ന്, അവർ ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയവരാണ് എന്നും അവർ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞ വിദ്വേഷ പ്രഭാഷണങ്ങളും ശൈലികളും രാജ്യത്തിന് അപകടകരമാണ് എന്ന് കോടതി തന്നെ വിലയിരുത്തുകയും ജാമ്യം നിഷേധിക്കുകയും മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്ത PC ജോർജ് അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. വർഗീയ വിദ്വേഷമുള്ള സംസാരങ്ങൾ നടത്തിയപ്പോൾ ജനാധിപത്യത്തിലും ഇടതുപക്ഷ ചേരിയുടെ ശക്തമായ പോരാട്ടത്തിൻ്റെ പാതയിലൊക്കെ ശക്തനായി നിലനിന്ന ഒരാൾ രാജ്യം ഭരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വമേധ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളീയ സമൂഹം പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ജില്ലാ കോടതികളിൽ നിന്ന് ജാമ്യം നിഷേധിക്കുകയും മുൻകൂർ ജാമ്യത്തിനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല എന്ന് കോടതികൾ കണ്ടെത്തുകയും ഹൈക്കോടതിയിലേക്ക് പ്രസ്തുത വിവരം എത്തിയപ്പോൾ ഹൈക്കോടതി ആ കേസിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകനായിട്ട് നിൽക്കേണ്ടിയിരിക്കുന്ന സാഹചര്യം പോലും നിലവിലില്ല എന്ന് പറയുകയുമുണ്ടായി. ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് തൊഗാഡിയ VHP നേതാവ് തൊഗാഡിയ അദ്ദേഹത്തിനെതിരെ എടുത്ത കേസിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല പാസാക്കിയിരുന്നു എന്ന് ശക്തമായി ഘോരമായി സംസാരിച്ച ഒരു പാർട്ടി സെക്രട്ടറി ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരത്തിൻ്റെ കുഴപ്പമാണ്, അത് നമ്മുടെ കൈകളിലില്ല, അത് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള ഒരു കമൻറ്റുകളാണ് സമൂഹം പ്രതീക്ഷിക്കേണ്ടതെങ്കിൽ ആ ആഭ്യന്തരം ഉൾപ്പെടെ ഈ അധികാരം ഭൂഷണമല്ല, അത് ഒഴിയേണ്ടിയിരിക്കുന്ന കാലങ്ങൾ കഴിഞ്ഞുപോയി എന്ന അഭിപ്രായമാണ് കേരളീയ സമൂഹത്തിന് ഉള്ളത്. വിശിഷ്യ ന്യൂനപക്ഷങ്ങൾക്ക്, മർദ്ദിത ജനവിഭാഗങ്ങൾക്ക്. ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ മുസ്ലിമീങ്ങളെയും, ഒരു സമുദായത്തെ വർഗീയവാദികളും തീവ്രവാദികളും ആണ് എന്ന് വിളിച്ച ആളിന് വേണ്ടി വാദിക്കാൻ ചാനലുകളിലിരുന്ന് സംസാരിക്കാൻ BJPക്കാർ പോലും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. PC ജോർജിനെതിരെ സ്വമേധ കേസെടുത്തതല്ല, പ്രാദേശിക മുസ്ലിം ലീഗ് കമ്മിറ്റി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. സ്വമേധയെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെടേണ്ടിയിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇടതുപക്ഷ ചേരി ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും പ്രതീക്ഷിച്ചത്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ട് പോലും അത് പ്രാക്ടിക്കലായില്ല, നടപ്പിലായില്ല. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ കാരണം പബ്ലിസിറ്റി ചെയ്തത്, അത് കണ്ടെത്തിയ കാരണം കണ്ടെത്തുകയും IB ഉൾപ്പെടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉൾപ്പെടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും രീതിയിൽ അതിനെ ഒരു ഇന്നറിൽ പബ്ലിസിറ്റി നടത്താതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് വിലയിരുത്താമായിരുന്നു, നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. എന്താണത്? PC ജോർജിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മൈലേജ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രചരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തൽക്കാലം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതില്ല എന്ന വിലയിരുത്തലാണ് സർക്കാരിൻ്റെത്, ഉന്നതാധികാര ബോഡിയുടേത്, ഔദ്യോഗികമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടേത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു. അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു.
അത് വാർത്തകൾ വരാതിരുന്നെങ്കിൽ, അറസ്റ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ആ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹത്തിനിടയിൽ BJPയുടെ പ്രവർത്തകനായ PC ജോർജിന് ഒരു അംഗീകാരം കൂടി, ഒരു ക്രെഡിബിലിറ്റി കൂടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരാണ്. നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരാണ്. സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമ്പോൾ ആ സർക്കാരിനെ അല്ലാതെ കഴിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പേരിട്ട് വിളിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അത് നിയന്ത്രിക്കേണ്ടത് പിണറായി സർക്കാരിനെ നിയന്ത്രിക്കേണ്ടത് പിണറായി ആണല്ലോ. അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഡിപ്പാർട്ട്മെന്റിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരിലും എന്നുള്ള ഒരു നിലപാടാണെങ്കിൽ, അത് നേരത്തെ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മൊത്തം കൈയൊഴിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം, ജനാധിപത്യ സംവിധാനങ്ങളിൽ എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്യേണ്ട കാലം അതിക്രമിച്ചു പോയി. അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, അൻവർ MLA അറസ്റ്റ് ചെയ്യുമ്പോൾ അൻവർ MLAക്ക് രാഷ്ട്രീയമായിട്ട് മൈലേജ് കിട്ടും എന്നുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്ത ഉദ്യോഗസ്ഥ വൃന്ദവും സർക്കാരും, വ്യവസായിയും സർക്കാർ നടത്തിയ കേരള യാത്ര, ആ യാത്രയിൽ ഏക്കർ കണക്കിന് സ്ഥലം സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകിയതായിട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ ഒരു വ്യവസായിയായ ബോച്ചെ എന്ന ആളിനെ ഒരു സ്ത്രീ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്ത സാഹചര്യം കേരളത്തിലുണ്ട്. ഇതൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ മൈലേജ് കിട്ടുമോ, അതല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ പേര് പറഞ്ഞോ ഒന്നും ഏതെങ്കിലും രീതിയിൽ അവരെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ വർഗീയവാദിയായ, തീവ്രവാദിയായ ഒരു രാജ്യദ്രോഹി എന്ന് കൃത്യമായിട്ട്, കാരണം രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്ക്, രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് ഒരു രീതിയിലും വില കൽപ്പിക്കപ്പെടാത്ത ഒരാളിനെ, ഒരു സമുദായത്തെ മൊത്തവും രാജ്യദ്രോഹികളാണ് എന്നും അവർ ഭീകരവാദികളാണ് എന്നും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊന്നൊടുക്കുന്നവരാണ് എന്നും ശത്രു രാജ്യമായ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം നിലവിലുള്ളത് അത്യന്തം നാണക്കേടാണ്. അത് ഇപ്പോൾ ഒളിത്താവളമാണ്, ആളെ കിട്ടാനില്ല എന്നുള്ള ഒരു കമൻറ്റുകളാണ് ഇനി കേൾക്കാനിരിക്കുന്നതെങ്കിൽ അത് അതിനേക്കാളും ദയനീയമായ ഒരു നാണക്കേടാണ്. കാരണം ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ കൺമുമ്പിൽ ഓടി നടന്ന ആള് ഒറ്റയ്ക്ക് എവിടെയും, അദ്ദേഹത്തിൻ്റെ മകന് തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം കുറേ അസ്ഥാനത്തുള്ള വാക്കുകൾ പറയുകയുണ്ടായി. പറയേണ്ട സാഹചര്യം സർക്കാർ സൃഷ്ടിച്ചു എന്നതാണ്. അങ്ങനെ ഒരാളിനെ, അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന് എവിടെയും ഒളിച്ചോടി പോകാൻ വേണ്ടി കഴിയില്ല, അറസ്റ്റ് ചെയ്തോട്ടെ, പിടിച്ചോട്ടെ, തേടി പിടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾക്ക് എന്തുമാത്രം വിലയുണ്ട് ഇവിടെ. അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ, ഇപ്പോൾ തിങ്കളാഴ്ച ഹാജരായിക്കോളാം, അതല്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു അവസരം വേണമെന്ന് ചോദിച്ച് സർക്കാർ അവസരം കൊടുക്കുന്നത്, നാളെ അദ്ദേഹം ഞായറാഴ്ചയാണ്, പിന്നീട് തിങ്കളാഴ്ച സുപ്രീം കോടതിയെ സമീപിച്ചു, സുപ്രീം കോടതിയെ സമീപിച്ചതുകൊണ്ട് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ ഫിഗറും അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റിയും ഒരു സർക്കാർ ഏറ്റെടുക്കുന്നതിന് തുല്യമാകുന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും സർക്കാരിനെ മാനസികമായിട്ട്, രാഷ്ട്രീയപരമായിട്ട് പിന്തുണച്ച എല്ലാവരും ആ ഒരു പബ്ലിസിറ്റി ഏറ്റെടുത്തതിൻ്റെ കുറ്റക്കാരാകും സമൂഹത്തിൻ്റെ മുന്നിൽ എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതിന് ഒരു അവസരമുണ്ടാകാതെ പ്രാസ്ഥാനികമായിട്ട് എൻ്റെ പ്രസ്ഥാനം, ഞാൻ പ്രവർത്തകനായിട്ടുള്ള പ്രസ്ഥാനം ശക്തമായ രീതിയിൽ പ്രാദേശികമായ ഘടകങ്ങൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ള നമ്മുടെ അഭ്യുദയകാംക്ഷികളായ ആളുകളോട്, ജനാധിപത്യ വിശ്വാസികളോട് സംവദിക്കാനുള്ള ഈ മേഖല കൂടി നമ്മൾ യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കാൻ വേണ്ടിയാണ്. സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടുന്ന സംവിധാനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. അത് അറിയിക്കുന്നതിന് ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇന്നിപ്പോൾ ഒരുപാട് മതപണ്ഡിതന്മാർ, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ, പ്രബുദ്ധ കേരളത്തിലെ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ, വലിയവർ, എല്ലാവരും, സഹോദരിമാർ, സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ രീതിയിൽ പ്രതികരിക്കാതിരിക്കില്ല. ജനാധിപത്യത്തിൻ്റെ വിശ്വാസം, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ ചേരി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന ഒരു പ്രസ്ഥാനം, അധികാരത്തിലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും ഒരു സില്ലിയായിട്ട് ഇങ്ങനെ ഒരു ഗൗരവമേറിയ കേസിനെ ഏറ്റെടുക്കുന്ന
സർക്കാർ പോലും ഹൈക്കോടതി പോലും വളരെ ഗൗരവത്തോടുകൂടെ കണ്ട അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകനായിട്ട് നിൽക്കാൻ പോലും ഒരു അർഹതയും ഇല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വണ്ണം അടിവരയിട്ടുകൊണ്ട് പറഞ്ഞ ഹൈക്കോടതി ജസ്റ്റിസ് പറഞ്ഞ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ മണിക്കൂറുകളും അതുപോലെ ഇനി ദിവസങ്ങളും നീളുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരു നാണക്കേടാണ് സർക്കാരിന്. ആ നാണക്കേടിൽ ഒരു കാരണവശാലും ഐക്യപ്പെടാൻ വേണ്ടി കഴിയില്ല, പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, മർദ്ദിതപക്ഷ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാൾക്കും മർദ്ദിതർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, ദലിതുകൾക്ക് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് പോലും സർക്കാരിൻ്റെ ഈ സംവിധാനത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ നാടകീയമായ രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് സർക്കാരിൻ്റെ ഭാഗമല്ല, അത് സർക്കാർ വിരുദ്ധ ടീമാണ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിയനുകളിൽപ്പെട്ടവരാണ് എന്നൊന്നും പറഞ്ഞ് സർക്കാരിന് ഒരു ഉന്നത സംവിധാനങ്ങളിലുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ വരാൻ വേണ്ടി പാടില്ലല്ലോ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ ഇത് വിട്ടൊഴിഞ്ഞ് നമ്മളെ ഇരട്ടച്ചങ്കന് ഭരിക്കുന്നതാണ് കേരളം എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. കാരണം അങ്ങനെയുള്ള ഇരട്ടച്ചങ്കിനുള്ള ആ ഒരു അധികാരം കാണിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ അനുവദിക്കുന്നില്ല. അവരുടേതായ വഴിയിലാണ്, അതല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള നീക്കങ്ങളാണ് അവരുടേത് എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ പിന്നീട് അത് കേന്ദ്രവും അവരും സമൂഹവും തമ്മിൽ നോക്കിക്കൊള്ളട്ടെ. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് അനിവാര്യമല്ലേ? അതുകൊണ്ട് കേരളത്തിലെ സമൂഹത്തിനുള്ള ആശങ്ക, ജനാധിപത്യ വിശ്വാസികൾക്കുള്ള ആശങ്ക സർക്കാരിനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അത്യന്തം നീചമായ രീതിയിൽ ഒരു സമുദായത്തിനെ ആക്ഷേപിച്ച ഒരാൾ, അദ്ദേഹത്തിനെതിരെ സ്വമേധയെ കേസെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായില്ല. മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക കമ്മിറ്റി കേസ് കൊടുത്ത് ആ കേസ് കോടതിയിൽ വന്നു. കോടതിയിലെ ആ സമയങ്ങളിലെല്ലാം പോലീസ് കൃത്യമായ രീതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ ആളിന്റെ നീക്കങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കാം. കാരണം കോടതിയിൽ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലീസിന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതോ പുതിയ ഏതെങ്കിലും കടലാസുകളിൽ നിയമങ്ങൾ ഉണ്ടാക്കപ്പെടേണ്ട സാഹചര്യമില്ലല്ലോ. ഇതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? സുപ്രീം കോടതിയിലെ ഇതേ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെയല്ലേ സുപ്രീം കോടതിയിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനും മതപണ്ഡിതനും നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന അനുയായികളുള്ള സമുദായത്തിലും സമൂഹത്തിലും ദലിതുകൾക്ക് വേണ്ടിയിട്ട് രാജ്യത്ത് ശബ്ദം ഉയർത്തിയ അംബേദ്കർ ഇസം എന്താണ് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുത്ത, ദലിതുകൾക്കും അവർണർക്കും വേണ്ടി അവർണന് അധികാരമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫാസിസ്റ്റ് സവർണ ഭീകരതയ്ക്കെതിരെ ശക്തമായി നിലകൊണ്ടു. ആശയത്തിനെ ആശയപരമായിട്ട് നേരിടാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ ഒരുക്കിയ കെണികളിൽ പലവട്ടം വീഴുകയും ആ കെണികളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, നാടുകടത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് വഴിയൊരുക്കാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ വാതിലിലുണ്ടായിരുന്ന മുൻകൂർ ജാമ്യാപേക്ഷ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ടേബിളിൽ വരുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നീക്കം നടത്തിയ ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ നീക്കം നടത്തിയ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്ന, അങ്ങനെ ഉള്ള തന്നെ പേരിൽ തന്നെ ഭരിക്കുന്ന ഒരു സർക്കാരിന് ഇപ്പോൾ മറ്റേതെങ്കിലും രീതിയിൽ ആൾക്ക് പ്രിവിലേജ് ലഭിക്കും എന്നുള്ള രീതിയിൽ പ്രത്യേക പ്രിവിലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇത് കേരളീയ സമൂഹത്തിൻ്റെ പ്രതിഷേധമുണ്ട്. രാഷ്ട്രീയപരമായിട്ടും ജനാധിപത്യ സംവിധാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും പിന്തുണച്ച വിഭാഗം ആളുകൾ എന്ന നിലക്ക് അവർക്കും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം സർക്കാർ കണ്ണു തുറന്ന് കാണണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകൾ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ കണ്ട്, പ്രതിഫലാപേക്ഷയില്ലാതെ കണ്ട് പിന്തുണ നൽകിയവർ അതൊരു അടിമത്തത്വത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിധേയത്വത്തിൻ്റെയോ പേരിൽ ഉള്ള പിന്തുണയല്ല.
ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി, ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾക്ക് വേണ്ടി, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളോടുള്ള സമീപനത്തിന് പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരം ഘട്ടങ്ങളിൽ ലഭിക്കുന്ന പിന്തുണ എന്നത് സർക്കാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വർഗീയവാദികൾക്ക്, ഫാസിസ്റ്റ് സംഘപരിവാർ ഭീകരവാദികൾക്ക് വഴി ഒരുക്കി കൊടുക്കുന്ന ഫാസിസ്റ്റ് സംഘപരിവാർ ഭീകരവാദികളെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള സംവിധാനങ്ങൾ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടങ്ങളിലേക്ക് എല്ലാ മാധ്യമങ്ങളും സമൂഹവും ഒരിക്കൽ പോലും അതല്ല, അങ്ങനെയല്ല, അത് മറ്റൊരു രീതിയിലാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ ഒന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പഴുതടച്ചുകൊണ്ടുള്ള രീതിയിൽ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ മറ്റേതെങ്കിലും രീതിയിൽ കാണുന്നതിന് പകരം അതിന് വഴങ്ങുകയും യഥാർത്ഥത്തിൽ സ്വയം വിമർശനത്തിന് തയ്യാറാവുകയും ഇത്തരം ആളുകളെ PC ജോർജ് പോലെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെടുന്നതിന് അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയപരമായിട്ട് മറ്റേതെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ജയിലിലടക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ട് മറ്റേതെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളീയ സമൂഹം ശക്തമായ രീതിയിൽ അത്തരം ആളുകളെ തള്ളിയ ചരിത്രമാണുള്ളത്. സർക്കാരിന് കൃത്യമായിട്ട് തിരിയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു മൈലേജ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞൊന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള സമീപനമാണോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള നിലപാടാണോ എന്നുള്ളതൊന്നും ഇവിടെ അപ്രസക്തമാണ്. പറയുന്നത് മൊത്തവും സർക്കാരിൻ്റെ അക്കൗണ്ടിലാണ് വരുന്നത് എന്നത് സർക്കാർ തിരിച്ചറിയാൻ പറ്റാത്തൊരു സർക്കാരല്ല കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ആ അഭ്യർത്ഥന എന്നുള്ളത് നമ്മുടെ ഡിമാൻഡാണ്, കേരളീയ സമൂഹത്തിൻ്റെ ഒരു ഡിമാൻഡ്. മതേതരത്വത്തിൽ വിശ്വസിക്കുകയും അവർണ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും ഇടതുപക്ഷ ചേരി ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ ആളുകളിൽ പെട്ട ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വ്യക്തിപരമായിട്ട് തെരഞ്ഞെടുപ്പുകളിലും മറ്റ് ഘട്ടങ്ങളിലുമൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ വോട്ട് ചോദിക്കുവാൻ വേണ്ടിയിട്ടും അധികാരത്തിലുള്ള പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഇന്ന് നിലവിൽ അധികാരത്തിലുള്ള പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ ആൾ എന്ന നിലക്ക് ഇങ്ങനെ ഒരു സമൂഹത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി കഴിയാത്തതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്, അത് ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ, അത് കടമയാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ കടമ നിർവഹിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിലുള്ള കടമ നിർവഹിക്കപ്പെടണം. സർക്കാർ സംവിധാനങ്ങളിൽ ഉള്ള MLA-മാർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ആ സംവിധാനങ്ങളിലുള്ളവർ കടമ നിർവഹിക്കപ്പെടണം. നിർവഹിക്കപ്പെടുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒഴിവുകളോ അതല്ലെങ്കിൽ കുറവുകളോ വരുത്താൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പ്രത്യേകം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കൃത്യമായ രീതിയിൽ ഈ കാര്യത്തിൽ പ്രതിഷേധമറിയിക്കുന്നു. ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും ഈ കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മീഡിയകളിലൂടെ, അവരവർക്കുള്ള സോഷ്യൽ മീഡിയ എന്ന സംവിധാനത്തിലൂടെ, അവരവർക്കുള്ള പേജുകളിലും അവരവർക്കുള്ള വാളുകളിലും പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ അവർ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഷേധം ശക്തമാകുന്നത് കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ മൈലേജിന് തന്നെ ഒരു തകർച്ചയുണ്ടാകുന്നതും അത് ബാധിക്കുന്നതും ആണ് എന്ന് സർക്കാരിൻ്റെയും പിണറായി വിജയൻ ഭരിക്കുന്ന സംവിധാനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് ആവർത്തിക്കുകയോ അതല്ലെങ്കിൽ ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകരുത്. ശക്തമായ രീതിയിലുള്ള നമ്മുടെ പ്രതിഷേധം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അതങ്ങനെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു സർക്കാർ സംവിധാനം എളിഭ്യരാകുന്ന ഒരവസ്ഥ നാണക്കേടാണ്. PC ജോർജ് ഒളിത്താവളത്തിൽ പോയി എന്നുള്ളൊരു വാർത്ത നാളെ വരുന്നത്, ആ ഒളിത്താവളം ഒരുക്കിക്കൊടുത്തത് പിണറായി സർക്കാർ അല്ല, ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്ന് പേരിട്ട് വിളിക്കാൻ കേരളീയ സമൂഹത്തിന് കഴിയില്ല എന്ന് പ്രത്യേകം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.